നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് പൌരത്വത്തിനൊപ്പം മറ്റു രാജ്യത്തിന്റെ പൌരത്വമുള്ള ഡ്യുവൽ നാഷണൽസിന് ഇന്നു മുതൽ UKയിലേക്ക് പ്രവേശിക്കുവാൻ കർശനമായ പുതിയ നിയമങ്ങൾ ബാധകമാകുമെന്ന് ഹോം ഓഫീസ് അറിയിച്ചു. പുതിയ നിയമപ്രകാരം ബ്രിട്ടീഷ് പൌരന്മാർ UKയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ പ്രവേശനാവകാശം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് എൻടൈറ്റിൽമെന്റ് രേഖ കൈവശം വഹിക്കണം. ഈ രേഖകൾ ഇല്ലാത്തവർക്ക് യാത്രയ്ക്കിടെ തന്നെ അനുമതി നിഷേധിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കി. യാത്രയ്ക്ക് മുമ്പ് യാത്രക്കാർക്ക് ആവശ്യമായ അനുമതിയോ സ്റ്റാറ്റസോ ഉണ്ടോ എന്ന് അന്താരാഷ്ട്ര കരിയർ കമ്പനികൾ പരിശോധിക്കുമെന്നാണ് ഹോം ഓഫീസ് വക്താവ് അറിയിക്കുന്നത്. ഇതിനോടൊപ്പം വിസ ആവശ്യമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് £16 നിരക്കിൽ ലഭിക്കുന്ന ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇരട്ട പൌരത്വമുള്ളവർക്ക് ATA അപേക്ഷിക്കാനാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മാൻഡൽസൺ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവത്തിന് പിന്നാലെ അതിന്റെ പശ്ചാത്തലവും നിയമന നടപടികളും വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ അറസ്റ്റിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നത്. ലോർഡ് സ്പീക്കർ മിഷേൽ ഫോർസൈത്ത് സ്കോട്ട്ലൻഡ് യാർഡിന് വിവരങ്ങൾ കൈമാറിയെന്ന റിപ്പോർട്ടുകൾ പാർലമെന്റ് അധികൃതർ ശക്തമായി നിഷേധിച്ചിട്ടുമുണ്ട്. ലോർഡ് മാൻഡൽസന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്വീകരിക്കുകയോ അത് മെട്രോപൊളിറ്റൻ പോലീസ് സർവീസിനെ കൈമാറുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഫോർസൈത്തിന്റെ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോർഡ് മാൻഡൽസന്റെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വാഷിംഗ്ടൺ സ്ഥാനത്തേക്ക് നിയമിച്ചതിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനവും വീണ്ടും വിവാദമാക്കിയിട്ടുണ്ട്. അബ്സ്റ്റീൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും സൌഹൃദം തുടർന്ന വിവരം അറിയാമായിരുന്നിട്ടും നിയമനം നടത്തിയതിൽ വിമർശനം ഉയരുകയാണ്. ഒപ്പം എംപിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് 2001 ആൻഡ്രൂ മൌണ്ട് ബാറ്റൻ വിൻസറെ ബ്രിട്ടീഷ് ട്രേഡ് എൻവോയായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിടാൻ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. രാജകുടുംബത്തിൽ നിന്നുള്ള നേരിട്ടുള്ള അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അന്ന് ബക്കിംഗ്ഹാം പാലസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം മന്ത്രിമാർ ഔപചാരികമായി അംഗീകരിച്ചതായാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മാൻഡൽസൺ അറസ്റ്റിൽ പ്രതികരണവുമായി അഭിഭാഷകർ. പീറ്റർ മാൻഡൽസൺ രാജ്യം വിടുവാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയിലാണ് അറസ്റ്റ് നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ മാൻഡൽസൺ രാജ്യം വിട്ട് മാറുവാൻ പദ്ധതിയിട്ടുന്നത് പൂർണ്ണമായും അസത്യമാണെന്നും നേരത്തെ സ്വമേധയാ അടുത്ത മാസം പോലീസ് ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുവാൻ ധാരണയായിരുന്നുവെന്നും അതിനിടെയാണ് അടിസ്ഥാനരഹിതമായ ആരോപണത്തെ തുടർന്ന് അറസ്റ്റ് നടത്തിയതെന്നും അഭിഭാഷകർ ആരോപിച്ചു. എന്നാൽ അറസ്റ്റിനെ കുറിച്ച് പ്രതികരിക്കാൻ മെട്രോപൊളിറ്റൻ പോലീസ് തയ്യാറായിട്ടില്ല. പൊതുപദവി ദുരുപയോഗം ചെയ്തെന്ന സംശയത്തെ തുടർന്നാണ് തിങ്കളാഴ്ച മാൻഡൽസനെ അറസ്റ്റ് ചെയ്തത്. ആൻഡ്രൂ മൌണ്ട് ബാറ്റൻ വിൻസറിന്റെ വീട്ടിൽ പോലീസ് നടത്തിയിരുന്ന തെരച്ചിൽ ഇന്നലെ അവസാനിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. US ലൈംഗിക കുറ്റവാളിയായ അന്തരിച്ച ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം മൌണ്ട് ബാറ്റൻ വിൻസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകളിലെ രേഖകൾ ട്രേഡ് എൻവോയായി ജോലി ചെയ്യുന്നതിനിടെ ശിക്ഷിക്കപ്പെട്ട എപ്സ്റ്റീന് ചാൾസ് രാജാവിന്റെ ഇളയ സഹോദരൻ രഹസ്യ സർക്കാർ രേഖകൾ അയച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. T20 ലോകകപ്പിൽ ഇന്നലെ പല്ലേഗിലെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇംഗ്ലണ്ടിന് വിജയം. അവസാന ഓവർ വരെ ആവേശം നീണ്ടുനിന്ന മത്സരത്തിൽ 2 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് വിജയം സ്വന്തമാക്കിയത്. പാകിസ്ഥാൻ ഉയർത്തിയ 165 റൺസ് വിജയലക്ഷ്യം 5 പന്തുകൾ ബാക്കി നിൽക്കെ 8 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഇംഗ്ലണ്ട് മറികടന്നു. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെ നിർണായക സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിനെ തുണയായത്. പാകിസ്ഥാനെതിരായ വിജയത്തോടെ ലോകകപ്പിൽ സെമി ഫൈനലിൽ യോഗ്യത നേടുവാനും ഇംഗ്ലണ്ടിന് സാധിച്ചു. അകാലത്തിൽ വിട്ടുപോയ കാർഡിഫ് മലയാളികളുടെ പ്രിയങ്കരനായിരുന്ന ആശിഷിന്റെ സ്മരണയെ അനുസ്മരിച്ച് ആശിഷ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി ഓൾ യൂറോപ്യൻ മലയാളീസ് വോളിബോൾ ടൂർണമെന്റ് മാർച്ച് 7 ശനിയാഴ്ച അരങ്ങേറും. കാർഡിഫ് ഡ്രാഗൺ സംഘടിപ്പിക്കുന്ന ഈ കായികമേള സ്പോർട്ട് വെയിൽസ് സെന്റർ സോഫിയ ഗാർഡൻസ് കാർഡിഫിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 വരെ നടക്കും. മേയർ ആഡ്രിയൻ ഡ്രോബ്സൺ, കൌൺസിലർ ജെയിൻ കോവാൻ, വോളിബോൾ വെയിൽസ് ചെയർമാൻ കോൾ ഹാർവുഡ് തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രമുഖ ഡിപ്പാർട്ട്മെന്റുകളിലെയും സർവകലാശാലകളിലെയും കഴിവുറ്റ താരങ്ങൾ ഉൾപ്പെടെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളി വോളിബോൾ ടീമുകൾ മാറ്റുരയ്ക്കുന്ന ആവേശകരമായ മത്സരത്തിനായിരിക്കും മാർച്ച് 7 കാർഡിഫ് വേദിയാവുക. യൂറോപ്യൻ മലയാളി സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന കായിക മാമാങ്കമായി ടൂർണമെന്റ് മാറുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ആശിഷ് മെമ്മോറിയലിന്റെ സ്പോൺസർഷിപ്പോടെ ഒന്നാം സമ്മാനമായി 800 പൌണ്ടും ട്രോഫിയും, രണ്ടാം സമ്മാനമായി 400 പൌണ്ടും ട്രോഫിയും, മൂന്നാം സമ്മാനമായി 200 പൌണ്ടും ട്രോഫിയും, നാലാം
സമ്മാനമായി 100 പൗണ്ടും ട്രോഫിയും നൽകും. മികച്ച കളിക്കാർക്കായി പ്രത്യേക ട്രോഫികളും ഒരുക്കിയിട്ടുണ്ട്. ഈ ടൂർണമെന്റ് കായിക ഐക്യത്തിന്റെയും സൌഹൃദത്തിന്റെയും വേദിയാകുമെന്ന് മുഖ്യ സംഘാടകരായ ജോസ് കാവുങ്കൽ, ഡോക്ടർ മൈക്കൽ ജോസ് എന്നിവർ അറിയിച്ചു. പ്രവേശനം സൗജന്യമായിരിക്കും. നോർത്താംപ്ടൺ സെന്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ 92ാമത് ഓർമ്മ പെരുന്നാൾ ഭക്തി നിർഭരമായി ആചരിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് വചന ശുശ്രൂഷ, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ചവിളമ്പ് എന്നിവയും നടന്നു. പെരുന്നാൾ ചടങ്ങുകൾക്ക് റവറന്റ് ഫാദർ ബിനോയ് സി ജോഷ കൊടിയേറ്റ് നടത്തുകയും റവറന്റ് ഫാദർ വർഗീസ് ടി മാത്യു, റവറന്റ് ഫാദർ അബി ഫിലിപ്പ് വർഗീസ്, റവറന്റ് ഫാദർ സോണി സണ്ണി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. പെരുന്നാൾ സന്ധ്യയിലെ ശുശ്രൂഷകൾക്ക് റവറന്റ് ഫാദർ വർഗീസ് ടി മാത്യു, റവറന്റ് ഫാദർ മാത്യൂസ് കുര്യാക്കോസ്, റവറന്റ് ഫാദർ ബിനോയ് സി ജോഷ, റവറന്റ് ഫാദർ ജോഷൻ ജോൺ, റവറന്റ് ഫാദർ അബി ഫിലിപ്പ് വർഗീസ്, റവറന്റ് ഫാദർ സോണി സണ്ണി എന്നിവർ നേതൃത്വം നൽകി. പെരുന്നാൾ ക്രമീകരണങ്ങൾക്കായി ഇടവക ട്രസ്റ്റി ചെറിൻ മാത്യു, സെക്രട്ടറി സുബിൻ സി കോശി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പെരുന്നാൾ കൺവീനർമാരായ അനീഷ് ജോസഫ്, ജോബി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചു. ഇന്ന് രാവിലെ 9 മണിക്ക് ഇസ്രായേലിലേക്ക് തിരിച്ച മോദിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. ബെഞ്ചമിൻ നെതന്യാഹുവുമായി മോദി ചർച്ച നടത്തും. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8 മണിക്ക് അഭിസംബോധന ചെയ്യും. നാളെ 2 രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ച നടക്കും. സന്ദർശനത്തിൽ പ്രതിരോധം, സുരക്ഷ, സൈനിക, വ്യാപാര മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകൾ എന്നിവ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തും. 2 ഘട്ടങ്ങളിലായാണ് രാഹുലിന്റെ സന്ദർശനം. ഇന്നും നാളെയുമാണ് ആദ്യഘട്ട സന്ദർശനം. അടുത്ത ഘട്ടത്തിന്റെ ഭാഗമായി മാർച്ച് 6, 7 തീയതികളിൽ അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തും. 26-ന് കണ്ണൂരിൽ അദ്ദേഹം കർഷകരുമായി ആശയവിനിമയം നടത്തും. തുടർന്ന് വയനാട്ടിൽ കോൺഗ്രസ് നിർമ്മിക്കുന്ന ഭവനങ്ങളുടെ ശിലാസ്ഥാപനം നടത്തും. ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാകും. കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. മൃതദേഹത്തിൽ മുറിപ്പാടുകൾ കണ്ടെത്തിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയാണ് പെൺകുട്ടിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊയിലാണ്ടി പോയിൽക്കാവ് സ്വദേശി അനിയുടെ മകൾ ശ്രീനന്ദയാണ് മരണപ്പെട്ടത്. ഗുരുദേവ കോളേജ് വിദ്യാർത്ഥിനിയാണ് ശ്രീനന്ദ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.